ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചന്ദ്ര ശരത്തിനെതിരെ കേസൊക്കെ പിൻവലിച്ചതിന് ശേഷം ചന്ദ്രയ്ക്ക് അതിന് കോമ്പൻസേഷനായിട്ട് വക്കീൽ കൊടുത്ത ആ പണം ഉണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഭാമയുടെ വീട്ടിൽ വെക്കുകയും ആ പണം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പണം നമ്മുടെ ശ്രുതിയാണല്ലോ മോഷ്ടിച്ചത്. എന്നാൽ രേവതിയുടെ മേലിൽ ഈ കുറ്റങ്ങളൊക്കെ വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അവസാനം ചന്ദ്രയ്ക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദ്യം വരികയാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം ഭാമ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ രവി ചന്ദ്രയെ നല്ല പഞ്ഞിക്കിടുന്നുണ്ട്. ചന്ദ്രയോട് രവി പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ രേവതിയോടും അതുപോലെ തന്നെ സച്ചിയോടും ഇത്രയും പണം വാങ്ങാൻ? ഇനിയിപ്പോൾ ഇതിനൊന്നും ഒരു മാപ്പും തരാൻ നിനക്ക് പറ്റില്ല. അതുപോലൊരു കാര്യം ചെയ്ത് അതുകൊണ്ട് തന്നെ നീ അവർക്ക് ഈ 2 ലക്ഷം രൂപയ്ക്ക് പകരം 5 ലക്ഷം രൂപ അവർക്ക് നഷ്ടം വന്ന ആ 5 ലക്ഷം രൂപ തിരികെ കൊടുക്കണമെന്ന് പറയാണ് കേട്ടോ. അത് കർക്കശമായിട്ട് തന്നെ പറയാണ് നമ്മുടെ രവി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഭാമയുടെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ആ സമയത്ത് അവിടെ ഭാമയുടെ വീട്ടിൽ കുറച്ച് പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂജകളൊക്കെ നടക്കുമ്പോഴേക്കും കുറേ പൂക്കളൊക്കെ വേണ്ടതുകൊണ്ട് തന്നെ ഭാമ ഈ പൂക്കളും മാലകളും ഒക്കെ രേവതിയോടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രേവതി ഈ പൂക്കളും മാലയും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുകയാണ് നമ്മുടെ ഭാമയുടെ വീട്ടിൽ. ആ സമയത്ത് ചന്ദ്രയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രേവതി വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഭാമ നീ ഇവളോട് പൂവൊക്കെ വാങ്ങുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് വേറെ എവിടെന്നെങ്കിലും പൂക്കൾ വാങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഭാമ പറയുന്നുണ്ട്, അതെന്താ ചന്ദ്രേ, നിൻ്റെ മരുമോളായതുകൊണ്ടാണോ? രേവതി പൂ കൊണ്ടുവന്ന എന്താ കുഴപ്പം? ഞാൻ ഇന്നും രേവതിയോടല്ലേ പൂ വാങ്ങാറ്. അവൾ നല്ല രീതിയിൽ മാലകളൊക്കെ കെട്ടിക്കൊണ്ടുവരും, നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ രേവതിയോട് വാങ്ങിയതെന്ന് പറയാം. അങ്ങനെ രേവതി ഈ മാലയെല്ലാം കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അത് രേവതി ആ മുറിയിൽ ആ ഫോട്ടോയിലൊക്കെ കൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹത്തിലും എല്ലാം നീ കൊണ്ടുവന്ന് അങ്ങ് മാല ചാർത്തിയരെ, അതാ അതിൻ്റെ ഭംഗി, നിനക്കത് നന്നായിട്ട് അറിയാമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ രേവതി മുറിക്കുള്ളിലേക്ക് കയറി പോവാണ് ഈ മാലയൊക്കെ ആയിട്ട് കയറിപ്പോയി ഈ ഇതെല്ലാം മാലയൊക്കെ ഇടുകയാണ് കേട്ടോ എല്ലാ വിഗ്രഹത്തിലും ഒക്കെ. ആ സമയത്ത് നമ്മുടെ ഈ ഭാമയുടെയും ചന്ദ്രയുടെയും അടുത്തേക്ക് ഒരു സാരി വിൽപ്പനക്കാരി വരികയാണ്. അപ്പോൾ സാരി അത് ചന്ദ്രയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ സാരിയെല്ലാം കൊണ്ട് കാണിക്കുകയാണ്, ഈ സാരിക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ നല്ല അടിപൊളി സാരികളൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഭാമയുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോവാണ്, ഈ സാരിയൊക്കെ എടുക്കണ്ടേന്ന് ഓർത്തിട്ട്. അങ്ങനെ സാരി 1-2 മാറ്റി വെച്ചു. പക്ഷേ ഇതൊക്കെ എടുക്കുന്നത് രേവതി കണ്ടാൽ എന്ത് ചെയ്യും? അവൾ ഇതെല്ലാം വീട്ടിൽ ചെന്ന് പറയും. അപ്പോൾ പിന്നെ എനിക്ക് പണം എവിടെ നിന്നാണെന്ന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് രേവതിയെ തൽക്കാലം മാറ്റണമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ മഴക്കാർ വന്നിട്ട് മഴ പെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഉടനെ തന്നെ രേവതിയോട് ചന്ദ്ര പറയാം, രേവതി മഴ വരുന്ന കണ്ടില്ലേ, നീ ആ ടെറസിൻ്റെ മുകളിൽ പോയി ആ തുണിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്നേന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അയ്യോ വേണ്ട ഞാൻ എടുത്തോളാന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട ഭാമ ആൻറ്റി, ഞാൻ പോയി തുണിയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, തുണി വെറുതെ എടുത്തിട്ട് വന്നാൽ പോരാ, അത് അടുക്കി മടക്കി അലമാരിക്കകത്ത് തന്നെ വെക്കണമെന്ന് പറയുകയാണേ. അപ്പോൾ രേവതി ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാമ പറയാം, എന്തിന്? രേവതി ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ലല്ലോ, ഞാൻ അടുക്കി വെച്ചോളം തുണിയൊക്കെ, രേവതി വെക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിനെന്താ, അവൾ വെച്ചാൽ അവൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ, അതുപോലെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ പോയിട്ട് തുണിയൊക്കെ എടുത്ത് അടുക്കി മടക്കി അലമാരിക്കകത്തൊക്കെ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചന്ദ്ര ഈ സാരിയൊക്കെ എടുക്കുക. ഇതിന് ശേഷം രേവതിയോട് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുക. അങ്ങനെ രേവതി തുണിയെടുക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര ഭാമയോട് പറയുക, ഭാമ ഈ സാരി നമുക്ക് എടുക്കാം, നീ ആ പണം ഇങ്ങെടുത്തോണ്ട് വാ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ 2 ലക്ഷം രൂപയില്ലേ നിൻ്റെ അലമാരിയിലിരിക്കുന്നത്, അതിങ്ങ് എടുത്തിട്ട് വാന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ശരി ഞാൻ ചെന്ന് എടുത്തിട്ട് വരാമെന്ന് പറയാം. അങ്ങനെ ഭാമ ചെന്ന് അലമാരിയെ നോക്കുക. അലമാരിയെ നോക്കുമ്പോൾ അത് വച്ചെടുത്ത് ആ ഒരു പണം ഇല്ല കേട്ടോ. അപ്പോൾ ഭാമയാകെ പാടെ ഞെട്ടിപ്പോവും, അയ്യോ ഇവിടെ വെച്ച പണം എവിടെ പോയി, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളല്ലോ, ഇതിപ്പോൾ ആരെടുത്തിട്ട് പോയെന്നൊക്കെ വിചാരിക്കുക. അവിടെ എല്ലാം പരിശോധിക്കുകയാണ് ഭാമ. അത് കഴിഞ്ഞ് ഇത് കിട്ടാതെ വരുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രയോട്, ചന്ദ്രേ ആ പണം കാണുന്നില്ല, നമ്മളവിടെ വെച്ച ആ പണം അത് കാണുന്നില്ലെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, എൻ്റെ ദൈവമേ, പിന്നെ ആ പണം എവിടെ പോയി? അലമാരിയിലല്ലേ നമ്മൾ പണം വെച്ചത്, അത് പിന്നെ എവിടെ പോയി? അപ്പോൾ ഉടനെ തന്നെ ഭാമ പറയാം, അതറിയില്ല, ആരാ എടുത്തതെന്ന് അറിയില്ല എന്ന്. രേവതി ആ സമയത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാണേ, അതെ ആ രേവതി ആയിരിക്കും എടുത്തത്,
നീയല്ലേ മാല ഇടാൻ അവളെ അകത്തേക്ക് വിട്ടതും ഓക്കെ, അതുപോലെ അവൾ തുണി മടക്കി അലമാരിയിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് അവൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഉടനെ ഭാമ പറയാം, നീ എന്തിനാ വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തുന്നത്? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. രേവതി നല്ല കുട്ടിയാ. അവൾ അങ്ങനെ മോഷ്ടിക്കുന്നവളൊന്നും അല്ല. പല വീടുകളിലും പോയി മാല കെട്ടി കൊടുക്കുകയും പൂക്കൾ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാ. ഒരു വീട്ടിൽ നിന്നും അവൾ മോഷ്ടിച്ചെന്ന് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയാണേ. അപ്പം ചന്ദ്ര പറയാം, പിന്നെ അവളുടെ അനിയനെ ഒരു പെരുങ്കള്ളനാ, അവളുടെ കുടുംബക്കാരെയും മോഷ്ടാക്കളാ. അങ്ങനെയുള്ളപ്പം ഇത് അവൾ തന്നെയാണ് ചെയ്തത്. അലമാരി തുറന്ന സമയത്ത് പണം ഇരിക്കുന്നാണ്ട് അവൾ അടിച്ചു മാറ്റിയതാ. അപ്പോൾ ഭാമ പറയാം, വെറുതെ കാണാതെ നീ കുറ്റം പറയല്ലേ. രേവതി അങ്ങനെ ചെയ്യുന്ന ഒരുത്തിയല്ല. പ്രാരാബ്ദങ്ങളും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്ത മരുമോളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാ, ഈ പണം ഇനി എങ്ങനെയാ തിരിച്ചു കിട്ടുക? ഇത് ഞാനൊരു പണി ചെയ്യാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നീ എന്നെ വിളിക്കണം. വിളിക്കുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയും. അതെല്ലാം മൂളിക്കേട്ട് സമ്മതിച്ചോണം എന്ന് പറയുമ്പോൾ ഭാമ ചോദിക്കുക, നീ എന്താ ഈ പറയുന്നത് ചന്ദ്രേ? അങ്ങനെ തന്നെ എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ചന്ദ്ര തീരുമാനിക്കുകയാണ് രേവതിയാണ് ഇത് മോഷ്ടിച്ചതെന്ന്. അതിൻ്റെ പേരിൽ രേവതിക്ക് ഒരു കൊട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചന്ദ്ര ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അങ്ങനെ അവിടെ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുന്ന സമയം രേവതിയോട് കാപ്പി ഇട്ടിട്ട് വരാൻ പറയാണ് ചന്ദ്ര. അങ്ങനെ രേവതി ചന്ദ്രയ്ക്കും രവിക്കും സച്ചിക്കും എല്ലാവർക്കും കാപ്പി എടുത്തിട്ട് വരികയാണ്. ശ്രുതിയും വർഷയും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഭാമയുടെ കോള് വരികയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പ്രതീക്ഷിച്ച പോലെ തന്നെ ചെന്ന് എടുത്തിട്ട് പറയുന്നുണ്ട്, ആ ഭാമേ നീയായിരുന്നോ എന്ന് ചോദിക്കുക. എന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ഞെട്ടൽ പോലെ പറയാണ്, അയ്യോ പണം പോയെന്നോ? നിന്റെ അലമാരിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടെന്നോ? അയ്യോ പണം ആരാ എടുത്തത്? ആരാ മോഷ്ടിച്ചത്? അവിടെ ആരാ വന്നത്? ആരാ ഭാമേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഉടനെ രവി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചേ? ഭാമയുടെ അലമാരിയിൽ നിന്ന് ആരാ പണം എടുത്തെന്നാ നീ പറയുന്നേ? അതെ, ഭാമയുടെ അലമാരിയിൽ ഇരുന്ന പണം കാണുന്നില്ലെന്ന്, ആരോ മോഷ്ടിച്ചെന്ന്. അപ്പോൾ രവി പറയാ, അതാരും മോഷ്ടിക്കാനാ? ഭാമയുടെ വീട്ടിൽ ആരാ വരുന്നേ? അവള് തനിയല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, തനിയൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ ഇവിടെ ചിലരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അലമാരി തുറക്കുകയും തുണി മടക്കി വെക്കുകയും പൂമാല കൊണ്ട് അകത്തിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം രേവതിക്കൊരു കുത്തായിട്ട് രേവതിക്ക് തന്നെ തോന്നുകയാണേ. അപ്പോൾ ഉടനെ രേവതി പറയാം, അമ്മ എന്താ പറഞ്ഞത്? പറഞ്ഞതെന്താ? നീയാ ഇന്ന് അവിടെ വന്നത്, നീയാ അവരുടെ അലമാരി തുറന്നത്, അതിനുശേഷം ആ പണം കാണാത്തത്. ഇതൊക്കെ മോശമാണ് രേവതി, നിന്റെ കുടുംബക്കാരെ ഇങ്ങനെയാണല്ലോ എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയാം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ഭാമാൻ്റിയുടെ അലമാരിയിൽ തുണി മടക്കി വെച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ പണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതൊന്നും പറയരുത്. അപ്പോൾ സച്ചിൻ പറയാം, വെറുതെ രേവതിയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പം ഉടനെ തന്നെ ചന്ദ്ര പറയാം, പിന്നെ ഇവളുടെ കുടുംബക്കാർ മുഴുവൻ കള്ളന്മാരല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രവി പറയാം, നീ ഇങ്ങനെയൊക്കെ പറയാതെ, ഇന്ന് ശ്രുതിയും അവിടെ വന്നിട്ടില്ലായിരുന്നോ? എന്നിട്ട് നീ എന്താ ശ്രുതിയെ കുറ്റപ്പെടുത്താത്തത് എന്ന് പറയുമ്പം ചന്ദ്ര പറയാം, അവൾ മോഷ്ടിക്കത്തൊന്നുമില്ലെന്ന് പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയാം, മോഷ്ടിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും ശ്രുതിയും അന്ന് ശ്രുതി കല്യാണ ദിവസം അച്ഛൻ്റെ പണം എടുത്തിട്ട് മുങ്ങിയത്. അതുപോലെ തന്നെ രേവതിയുടെ സ്വർണം മുക്കുമണ്ട ബാക്കി മാറ്റിയതും ഇവനല്ലേ, ഈ പെരുങ്കള്ളൻ. അങ്ങനെയുള്ള ഇവൻ മോഷ്ടിക്കുകയല്ല, രേവതിയുടെ വീട്ടുകാരും മാത്രമേ മോഷ്ടിക്കുകയുള്ളൂ. ഇത് പുതിയ കണ്ടുപിടുത്തമാണല്ലോ. ഭാമാൻ്റിയുടെ പണം കാണാതെ പോയിട്ടുണ്ടെങ്കിലേ അത് രേവതി മോഷ്ടിച്ചൊന്നും ആയിരിക്കില്ല, അവരെവിടെയാണ് വച്ചതെന്ന് അറിയില്ലല്ലോ, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ രവിയും പറയുന്നുണ്ട്, അതെ രേവതിയൊന്നും മോഷ്ടിക്കില്ല, വെറുതെ ചന്ദ്രൻ നീ ഇങ്ങനെ അനാവശ്യമൊന്നും പറയരുത് രേവതിയെക്കുറിച്ച് എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്രൻ പറയാം, പിന്നെ രേവതിയെക്കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞോ? ഈ സച്ചിയും രേവതി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇവർ നിന്നാൽ ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകും. കാരണം എന്താണെന്ന് വെച്ചാലേ ഇവർ രണ്ട് കള്ളന്മാരാ, പേരും കള്ളിയാ ഇവളുടെ വീട്ടുകാരും പേരും കള്ളന്മാരാ, മോഷ്ടാക്കൾ. അങ്ങനെ ആ ഭാമയുടെ പണം കൂടി മോഷ്ടിച്ചു ഇവളൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് ചന്ദ്ര പറയാം. അപ്പോൾ സച്ചി പറയാം, അമ്മേ അറിയാതെ പറയരുത്, ഭാമാൻ്റിയുടെ പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാരാ മോഷ്ടിച്ചതെന്നാൽ കണ്ടുപിടിക്കണം, അതിന് പോലീസിൽ പരാതി കൊടുക്കണം, അല്ലാതെ രേവതിയുടെ തലയിലേക്ക് ഇതെല്ലാം കൊണ്ട് വയ്ക്കില്ലെന്ന് പറയാണ്. അതുപോലെ തന്നെ രവിയും പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇത്രയും മോശമായിട്ട് രേവതിയെ പറയരുത്. രേവതി പല വീടുകളിലും മാല കിട്ടുകയും പല വീടുകളിലും കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നവളാ. എങ്ങൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു പരാതി കേട്ടിട്ടില്ല. പിന്നെയാണോ ഭാമയുടെ വീട്ടിലെ പണം രേവതി മോഷ്ടിച്ചെന്ന് പറയുന്നത്? നീ ഈ കാര്യത്തിൽ വേണ്ടാത്തതൊന്നും രേവതിയെ പറയാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാം നമ്മുടെ രവി. അതേസമയം
സച്ചി ഇങ്ങനെ നിൽക്കുവാണ്. അതേസമയം രേവതി നിന്ന് കരയാ. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു ജീവിതമായി പോയല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചി രേവതി ആശ്വസിപ്പിക്കുക, രേവതി നീ വിഷമിക്കട്ട, നീ മോഷ്ടിച്ചില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ അമ്മ നിന്നോടുള്ള ദേഷ്യത്തിനായി പറയുന്നത്, അല്ലാതെ നീ മോഷ്ടിച്ചെന്ന് ഭാമ ആൻറ്റിയും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനൊരു പാവപ്പെട്ട പെണ്ണായി പോയതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ മോഷ്ടിച്ചു, എൻ്റെ വീട്ടുകാർ മോഷ്ടാക്കൾ എന്നൊക്കെ അമ്മ ഈ വിളിച്ച് പറയുന്നത്. എന്നെപ്പോലെയുള്ളവർ ജനിക്കുകയേ ചെയ്യരുതായിരുന്നു, ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുമ്പം സച്ചി രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്കറിയാം കേട്ടോ, ഭാമാൻ്റിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ചോദിക്കണം ആരാ ഇത് മോഷ്ടിച്ചത്, എന്താ സംഭവിച്ചതെന്നുള്ള അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഭാമയുടെ അടുത്തില്ല. അപ്പോൾ ഇവർ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാമയ്ക്ക് ആകെപ്പാടെ ഒരു വിറവലാവും. ഈ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചന്ദ്രയോടും ഒക്കെ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി സച്ചിയോടും രേവതിയോടും ഒക്കെ പറയണ്ടേ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സച്ചി വന്നിട്ട് ചോദിക്കുക, ഭാമാൻ്റിയുടെ പണം നഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ ഭാമ പറയുന്നുണ്ട്, ശരിയാ, പണം നഷ്ടപ്പെട്ടു, അലമാരിയിൽ ഞാൻ വച്ചിരുന്ന പണമാ, അത് കാണുന്നില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ രേവതി പറയാം, ഭാമാൻ്റി ഞാൻ മോഷ്ടിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ സച്ചിൻ പറയാം, രേവതി മോഷ്ടിച്ചിട്ടൊന്നുമല്ല, രേവതിയൊന്നുമല്ല ഭാമാൻ്റിയുടെ പണം എടുത്തതെന്ന് പറയാം. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അതിന് ഞാൻ രേവതിയെ പണം എടുത്തതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അല്ല അമ്മ അവിടെ പറഞ്ഞു രേവതിയെ സംശയം എന്ന് പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ ഭാമ പറയും, ഞാൻ ചന്ദ്രയോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, രേവതിയെ സംശയിക്കരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, രേവതി പണം എടുത്തെന്ന് ചന്ദ്രയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പണം എടുത്തത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഭാമാൻ്റിക്ക് രേവതിയെ വിശ്വാസമല്ലേ, പിന്നെ എനിക്ക് രേവതിയെ വിശ്വാസമാണ്, എത്ര നാളായിട്ട് രേവതി ഈ വീട്ടിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതാ, എന്നിട്ട് ഇതുവരെ ആ പണം എടുത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ രേവതി ഒന്നും എടുക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, ആശ്വാസമായി, എന്നാലും ഭാമാൻ്റി ആ പണം നഷ്ടപ്പെട്ടില്ലേ, അതിന് നമുക്കൊരു കേസ് കൊടുക്കണ്ടേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ഭാമ പറയും, വേണ്ട, കേസൊന്നും കൊടുക്കാൻ പോകണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെന്താ ഭാമാൻ്റി അങ്ങനെ പറയുന്നത്, 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുകയാണോ, അത് ഭാമാൻ്റിയുടെ അലമാരിയിൽ നിന്ന് ആരാ എടുത്തതെന്ന് അറിയണം, സത്യം തെളിയണ്ടേ, അതുമാത്രമല്ല ആ ഭാമാൻ്റിയുടെ മോൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, ആ പണം അങ്ങനെ നഷ്ടപ്പെടാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴും ഭാമ പറയാം, വേണ്ട, കേസൊന്നും കൊടുക്കണ്ടാന്ന്, കേസ് കൊടുത്താൽ ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ സച്ചി വീണ്ടും നിർബന്ധിക്കുകയാണേ. അപ്പോൾ ഭാമ പറയാം, എൻ്റെ പൊന്നു സച്ചി കേസ് കൊടുക്കണ്ട, ആ പണം എൻ്റേതല്ലെന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, അത് പിന്നെ ആരുടെയാ, അത് സച്ചി നിൻ്റെ അമ്മയുടെയാ, ചന്ദ്രയുടെ പണം അതെന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, അമ്മയ്ക്ക് എവിടുന്ന് ഇത്രയും പണം കിട്ടിയത്, 2 ലക്ഷം രൂപയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാൻ മാത്രം അമ്മയ്ക്ക് എവിടുന്ന് പണം കിട്ടിയെന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ഭാമ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അത് വക്കീലിനോട് കേസ് പിൻവലിക്കാൻ വേണ്ടി ചന്ദ്രയ്ക്ക് തുക കൊടുത്തു, ചന്ദ്രയ്ക്ക് 2 ലക്ഷം രൂപ വക്കീൽ കൊടുത്തു കഴിഞ്ഞാണ് ചന്ദ്ര ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിച്ചത്. ആ തുകയാ ഇവിടെ അലമാരിയിൽ കൊണ്ട് എന്നെ ഏൽപ്പിച്ചത്, വീട്ടിൽ ആരും അറിയാതെ ഇവിടെ വച്ചേക്കണമെന്ന് പറഞ്ഞിട്ടാണ് വച്ചത്, ആ പണം കാണാതെ പോയതെന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, ആ പണമാണോ കാണാതെ പോയത്, എങ്കിൽ നന്നായിപ്പോയി, അമ്മ ഞങ്ങളെ പറ്റിച്ച് മേടിക്കാൻ പോയതല്ലേ, ഞങ്ങൾക്ക് ആ വക 5 ലക്ഷം രൂപയാണ് നഷ്ടം വന്നത്, അമ്മ ആ കേസ് പിൻവലിക്കായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ നഷ്ടം ഉണ്ടാവില്ലായിരുന്നു, എന്നിട്ട് കേസ് പിൻവലിച്ചിട്ട് വക്കീലിനോട് പണം വാങ്ങിയിരിക്കുന്നു, മകനോടും മരുമോളോടും ചെയ്യാവുന്ന ദ്രോഹങ്ങൾ എത്രയുണ്ടോ അതെല്ലാം ചെയ്തു കൂട്ടും, പണം 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 മാത്രം, അത് മതി അവർക്ക്, അവരുടെ പണമാണ് നഷ്ടപ്പെട്ടെങ്കിൽ അത് നന്നായി, എടുത്തവരാരായാലും അത് നന്നായി എന്ന് സച്ചി പറയാം. അപ്പം മാമ പറയുന്നുണ്ട്, ഇവിടെ ആര് വന്നത് എടുത്തെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, അത് ഈ രേവതി കൂടാതെ ശ്രുതിയും ഈ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നോ ഭാമാൻ്റി എന്ന് ചോദിക്കുക. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അതെ ശ്രുതിയും വന്നു, ശ്രുതി കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ ആ പലഹാരങ്ങളൊക്കെ കഴിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, എന്നാൽ ശ്രുതി ആയിരിക്കും, അവൾ പേരും കള്ളിയാ, വീട്ടിലും ഇതുപോലെ പല മോഷണങ്ങളും നടത്തി ശീലമുള്ളവളാ, അവളെയും സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തായാലും എന്തെങ്കിലും തെളിവൊക്കെ കിട്ടിയതിന് ശേഷം അത് വിശ്വസിക്കുക എന്നിങ്ങനെ പറയുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തെളിവൊക്കെ അന്വേഷിക്കുന്നുണ്ട് സച്ചി കേട്ടോ. സച്ചി ഭാമയോട് പറയുന്നുണ്ട്, CCTV വിഷ്വൽസൊക്കെ വേണമെന്ന് പറയാം. അങ്ങനെ ഭാമയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ CCTV വിഷ്വൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ശ്രുതി വന്ന് കയറുന്നതൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ഈ ഭാമയുടെ കയ്യിൽ ആ പണം കൊടുത്തത് ചന്ദ്രയാണെന്നും ചന്ദ്ര അത് വക്കീലിനോട് വാങ്ങിയതാണെന്നും ശരത്തിൻ്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി സച്ചിയും രേവതിയും കൊടുത്ത പണമാണ് അതെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ്. സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, രവിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്നേച്ച് സച്ചി ചന്ദ്രയോട് പറയാം, അമ്മയുടെ പണമാണല്ലേ നഷ്ടപ്പെട്ടത്, ഭാമാൻ്റിയുടെ പണമാണെന്ന് അമ്മ ഇവിടെയെല്ലാം വിളിച്ചു കൂവുന്നുണ്ടായിരുന്നല്ലോ, അതും രേവതിയുടെ തലയിലേക്ക് ആ കുറ്റം ചുമത്താനും നോക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ഞെട്ടിപ്പോവാണ് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അത് എൻ്റെ പണമൊന്നുമല്ല, അത് ഭാമയുടെ പണമാണ്. എൻ്റെ പണം എങ്ങനെയാണ് ഭാമയുടെ വീട്ടിൽ വരുന്നത്, അല്ലെങ്കിലും എൻ്റെ കയ്യിൽ എങ്ങനെയാണ് അത്രയും രൂപ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒന്നും അറിയാൻ മേലല്ലേ, ഒന്നും അറിയാൻ മേല. അപ്പോൾ രവി ചോദിക്കുക, എന്താ സച്ചി, എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ച് പറ, അത് ഇവളുടെ പണമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ ദേ അമ്മയുടെ പണം അത് എന്ന് പറയാം. അപ്പോൾ രവി ചോദിക്കുക, അതെവിടുന്ന് ഇവക്ക് ഇത്രയും പണം, അതും അമ്മയുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ. അപ്പോൾ ഉടനെ സച്ചി പറയാം, അതൊന്ന് പറഞ്ഞു കൊടുക്കാമേ, അമ്മയ്ക്ക് എവിടുന്ന 2 ലക്ഷം രൂപ ഇപ്പം കിട്ടിയതെന്നും അത് ഭാമാൻ്റിയുടെ വീട്ടിൽ എങ്ങനെയാണ് കൊണ്ടുവച്ചതെന്നും ഒക്കെ ഉള്ള കാര്യം അമ്മയൊന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയാം, എനിക്കൊന്നും പറയാനൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, എന്നാൽ ഞാൻ പറയാം, അതെ വക്കീലിന് ഞങ്ങൾ 5 ലക്ഷം രൂപയാണ് കൊടുത്തത് ശരത്തിൻ്റെ കേസ് പിൻവലിക്കാൻ. ഇല്ലാത്ത പണവും കൂട്ടിവെച്ച പണവും എല്ലാം കൂട്ടിയാണ് കൊണ്ട് കൊടുത്തത്. ആ പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വക്കീൽ അമ്മയ്ക്ക് കൊടുത്തു. ആ പണം വാങ്ങിയതിന് ശേഷമാണ് അമ്മ കേസ് പിൻവലിച്ചത്. അല്ലാതെ മഹാത്മാവായിട്ടോ അല്ലെങ്കിൽ ശരത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടോ ഒന്നും അല്ല. ആ പണം കിട്ടിയപ്പോൾ ആ പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് അമ്മ അത് ചെയ്തത്. എന്നിട്ട് ഈ വീട്ടിലുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഭാമാൻ്റിയുടെ അലമാരിയിലും കൊണ്ടുവച്ചു. ആ പണമാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അത് രേവതിയൊന്നും അല്ല എടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ഓഹോ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ചന്ദ്രൻ നീ കൊള്ളാവല്ലോ, ഇത്രയധികം നാടകങ്ങളാണല്ലോ നീ കളിച്ചത്, നിന്റെ നാടകമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ചന്ദ്ര എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് നാടകം, കേസ് പിൻവലിച്ചാൽ എനിക്ക് പണം തരാമെന്ന് വക്കീൽ പറഞ്ഞു, അത് വാങ്ങുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ, അത് വാങ്ങുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്. അപ്പം രവി പറയാം, ഒരു തെറ്റുമില്ലേ ചന്ദ്രേ, അത് രേവതിയുടെ അനിയനാ, രേവതിയും സച്ചിയും കഷ്ടപ്പെട്ട് കൂട്ടിവെച്ച പണം ആ വക്കീൽ 5 ലക്ഷം രൂപ വാങ്ങിയത്, അത് നിനക്ക് കൂടി തരാൻ വേണ്ടി ആ വക്കീൽ വാങ്ങിയത്. അവർക്ക് അത്രയും പണം നഷ്ടം ഉണ്ടാക്കിയത് തെറ്റൊന്നുമില്ലേ ചന്ദ്രേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് തെറ്റ്, എനിക്ക് വക്കീൽ പണം തരാമെന്ന് പറഞ്ഞു, തന്നു, ഞാൻ കേസ് പിൻവലിച്ചു, എനിക്ക് ഇവരുടെ അനിയനാണോ ആരാണോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ രവി പറയാം, നീ കൊള്ളാം, നിനക്ക് ഈ തെറ്റിന് മാപ്പില്ല, ഇവിടെ എന്തെല്ലാം നാടകങ്ങൾ അരങ്ങേറുന്നത്, എന്നിട്ട് നിന്റെ ആ 2 ലക്ഷം രൂപ എവിടെ, അത് മറ്റാരോ പെരുങ്കള്ളനോ കള്ളിയോ അടിച്ചോണ്ട് പോയി, അതാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. നിന്റെ പണം പോയി കിട്ടിയില്ലേ, അത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നീ ഇപ്പം സച്ചിക്കും രേവതിക്ക് ഇത്രയും നഷ്ടമല്ലേ വരുത്തി വെച്ചത്, നിനക്ക് മനസാക്ഷി ഉണ്ടോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാം, എനിക്ക് അത്രയൊക്കെ മനസാക്ഷിയുള്ളൂ, എന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ടാന്ന് പറയാം. അപ്പം രവി പറയുന്നുണ്ട്, നിന്നെ ആര് ചോദ്യം ചെയ്യാൻ വരുന്നു, നിനക്ക് ഈ തെറ്റിന് മാപ്പില്ല, നീ ചെയ്തതേ മഹാചരത്തര, അതുകൊണ്ട് തന്നെ ഇതിന് നിനക്ക് മാപ്പ് തരുന്നില്ല, നിന്നെപ്പോലെ ഒരുത്തിയെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നല്ലോ, എത്ര തെറ്റുകളാണ് ചന്ദ്രൻ നീ ചെയ്യുന്നത്, പണം 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 എന്ന് മാത്രം ഓർത്ത് പുറകെ ഓടിയിട്ട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് നീ ഈ രേവതിയോട് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ മഹാപാപം നീ എവിടെ കൊണ്ട് വയ്ക്കും ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഇനി ഒന്നും സംസാരിക്കാനില്ല, പിന്നെ നീ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നീ ഈ 2 ലക്ഷം രൂപ വാങ്ങിച്ചതിന് പകരമായിട്ട് സച്ചിക്കും രേവതിക്കും നഷ്ടമായ ആ 5 ലക്ഷം രൂപ അത് നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, ഞാനെന്തിനാ ഇവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പോഴേക്കും രവി പറയാം, നീ 5 ലക്ഷം രൂപ ഉണ്ടാക്കി സച്ചിക്കും രേവതിക്കും കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതി പറയാ, വേണ്ട അച്ഛാ, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ ആ പണം മോഷ്ടിച്ചെന്ന് അമ്മ പല ആവർത്തി പറഞ്ഞു, ഞാൻ ആ പണം മോഷ്ടിച്ചിട്ടില്ല, അതെല്ലാവരും ഒന്ന് വിശ്വസിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അല്ലെങ്കിലും മോൾ ആ പണം മോഷ്ടിച്ചെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല, ഇവളെപ്പോലുള്ളൊരു പെരുങ്കള്ളി പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ചന്ദ്രയെ നോക്കിക്കൊണ്ട് രവി പറയാ. ചന്ദ്രയങ്ങ് നിന്ന് ഇല്ലാതാവുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ആ പണം മോഷ്ടിച്ചത് ആരാണെന്ന് ഞാൻ തന്നെ കണ്ടെത്തൂന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കിളി പോവാ കേട്ടോ. സച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇപ്പം രേവതിയല്ല പണം മോഷ്ടിച്ചതെന്ന് സച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സച്ചി ഇനി ഇതിലൊരു അന്വേഷണമൊക്കെ നടത്തും, എങ്ങനെയാലും കണ്ടുപിടിക്കുമോയെന്ന് അറിയില്ല ഞാൻ ആ പണം മോഷ്ടിച്ചതെന്ന്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്നെ വെച്ച് പൊറപ്പിക്കില്ല സച്ചി.
അങ്ങനെ പറയുമ്പോൾ തന്നെ സച്ചി നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ നേരെ. ശ്രുതി ആകെ കിളി പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയുമെന്ന് ഓർത്തിട്ട് സച്ചിയാണെങ്കിൽ അതിൻ്റെ പുറകെ പോവുകയാണ്. ഇനി ആ പണം ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സച്ചി കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ശ്രുതിയാണ് ആ പണം മോഷ്ടിച്ചതെന്നും ആ പണം മേടിച്ച് അത് ആൻ്റണിക്കാണ് കൊടുത്തതെന്നും. അത് ആൻ്റണിയുടെ വായിൽ നിന്ന് തന്നെ സച്ചി അറിയുന്നുണ്ട്. ശ്രുതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനുള്ളത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്